നികുതി വർധനയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റ്. ഭൂനികുതി കുത്തനെ കൂട്ടിയ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. തുടർച്ചയായ 5ാം തവണയും ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ 600 കോടി പെൻഷൻ കുടിശ്ശിക നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്ത് പോലും ക്ഷേമ പെൻഷൻ കൂട്ടേണ്ട എന്ന് തീരുമാനിക്കും വിധം പ്രതിസന്ധിയിലാണോ സംസ്ഥാന സർക്കാർ? അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു അജിംസ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ബജറ്റായിരുന്നു ഇത്. പക്ഷേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അത്രത്തോളം മോശമാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് ബജറ്റിന്റെ അവതരണം നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്ന് ഈ ബജറ്റിൽ തൊട്ട് മുമ്പ് മാധ്യമങ്ങളെ കണ്ട ധനമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് തുടങ്ങിയതും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ്, സാമ്പത്തിക പ്രതിസന്ധി മാറി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2ാം പിണറായി സർക്കാർ വന്ന് അത് 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞിട്ട് 5 ബജറ്റായിട്ടും 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. 3 ഗഡു കുടിശ്ശികയുണ്ട്, അത് കൊടുത്തു തീർക്കുക എന്നുള്ളതിനാണ് മുൻഗണന നൽകുന്നത്. ഒരു പ്രാക്ടിക്കൽ സ്വഭാവത്തിലുള്ള ബജറ്റ് എന്ന് വേണമെങ്കിൽ ഈ ബജറ്റിനെ നമുക്ക് വിളിക്കുകയും ചെയ്യാം. വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനമില്ല. അതിനൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഉള്ള വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനമില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷൻ സാധാരണഗതിയിൽ ബജറ്റിലാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം നമുക്ക് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നുമില്ല. അതേസമയം തന്നെ ഈ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടി കോർട്ട് ഫീയിൽ വർധനവ് വരുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശ സംസ്ഥാന സർക്കാരിന് കിട്ടിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോർട്ട് ഫീ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ഭൂനികുതി കുത്തനെ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 50% നിലവിലുള്ള ഭൂനികുതിയിൽ നിന്ന് 50% വർധനവാണ് വരുത്തി ധനസമാഹരണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു ജനപ്രിയ സ്വഭാവത്തിലുള്ള ബജറ്റ് എന്ന് നമുക്ക് 2.5 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് അവതരണത്തെ വിളിക്കാൻ കഴിയില്ല. അജിത്. ശരി.